അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നത്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ചൊരു കാര്യം പറയുമ്പോൾ അത് ഉണ്ടോ, അതിൽ യാഥാർത്ഥ്യങ്ങളുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് സംസാരിക്കുക എന്നതൊക്കെ. ഇതൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചില ആളുകളുണ്ട്, അവർക്ക് തോന്നിയത് അവർ പറയും. ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, മൻ ഖാല ഫീ മുഅ്മിൻ മാ ലൈസ ഫീഹി. ഒരു മനുഷ്യൻ ഒരു മുഅ്മിനിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, അത് അവൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതാണ്, അവനക്കറിയുക പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അങ്ങനത്തെ ഒരു വിഷയമാണ് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തി പറയുന്നത്. അങ്ങനെ ഒരു ആൾ പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അസ്കനഹുല്ലാഹു റദഗത്തൽ ഖബാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആക്കുന്ന ഒരു സ്ഥലമുണ്ട് നാളെ പരലോകത്ത്. അത് റദ്അത്തുൽ ഖബാൽ. റദഗത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഉസാറത്തു അഹ്ലിന്നാർ, നരകവാസികളായ ഒരുപാട് ആളുകൾ അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഒരു ചീഞ്ചലമുണ്ടല്ലോ, ആ ദുർഗന്ധം, നരകത്തിലിട്ട് കത്തിച്ച് അവരുടെ ശരീരത്തിൽ വരുന്ന ആ ഒരു ദുർഗന്ധമായിട്ടുള്ള ആ ഒരു ചീഞ്ചലം, ഇതെല്ലാം വന്നിട്ട് അടിഞ്ഞു കൂടുന്ന, ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിനാണ് റദ്അത്തുൽ ഖബാൽ എന്ന് പറയാം. ഈ സ്ഥലത്താണ് അവരെ ആക്കുന്നത്, ചേർക്കുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, അവരുടെ വാസസ്ഥലം അതാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹത്താ യഖ്റുജ മിമ്മാ ഖാല. ആ വ്യക്തി അവനിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നത് പോലെ, ആ ഏത് സമയത്താണോ അവന് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നത് അതുവരെ അതിൻ്റെ ഉള്ളിലാണ് ആ മനുഷ്യർ അവരുണ്ടായിരിക്കുക എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വളരെയധികം ഗൗരവത്തോട് കൂടിയിട്ടാണ് ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. നമ്മൾ പറയുമ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ആരോടെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ജീവിതത്തിൽ അത് ഉള്ളത് തന്നെയാണോ ഇല്ലാത്തതാണോ എന്ന് അറിയാതെ നമ്മൾ ഒരിക്കലും പറയരുത്. അത് അവർക്ക് വേദനിച്ചാൽ ഉള്ളതും പറയണ്ട, ഇല്ലാത്തതും പറയണ്ട. ഉള്ളത് പറഞ്ഞാൽ അത് ഗീബത്താണ്, ഇല്ലാത്തത് പറയുമ്പോൾ അത് കളവാണ്. അപ്പം നമ്മളില്ലതും ഇല്ലാത്തതും പറയണ്ട. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ, മോശത്തരങ്ങൾ പറയുമ്പോൾ അവിടെ ജീവിതത്തിലെ തെറ്റുകൾ ഉണ്ടാകാം. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മളാണത് ചെയ്തിരുന്നെങ്കിൽ, നമ്മൾ ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മുടെ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് പറയാൻ, ആ ഓനാണത് ചെയ്തത്, അവനൊന്ന് കണ്ടോ, അവൻ്റെ ഒരു നടത്തം കണ്ടോ, അവൻ അന്ന് ചെയ്തത് കണ്ടോ എന്ന് നമ്മളെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ, ചെയ്തതായിരിക്കാം നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം വേദന ഉണ്ടാകും, എത്രത്തോളം നമ്മൾ ആ വിഷയത്തിൽ വേദനിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. അതുപോലെ അവർക്കും വേദന ഉണ്ടാകുമല്ലോ നമ്മൾ പറയുമ്പോൾ, അല്ലേ? ചെയ്തു തന്നെയാണ്, പക്ഷെ എന്നാലും വേദന ഉണ്ടാകുമല്ലോ, അല്ലേ? ചിലപ്പോൾ അവർ ആ തെറ്റ് ചെയ്ത റബ്ബിൻ്റെ മുമ്പിൽ പൊരുത്തപ്പെട്ട് അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ടാകും. എല്ലാവരും പറഞ്ഞപ്പോൾ, കുറ്റബോധം വന്ന് കളിയാക്കിയപ്പോൾ അയാൾ പൊരുത്തം ചോദിച്ചു റബ്ബിൻ്റെ മുമ്പിൽ തൗബ ചെയ്ത് അയാൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ടാകും. പിന്നെയും നമ്മൾ പറഞ്ഞ് നമ്മളാണ് അവിടെ കുറ്റക്കാരാകുന്നത്, നമുക്കാണ് അല്ലാഹു തആല വലിയ തിന്മയെ എഴുതപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് തെറ്റും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ പടച്ചവനോട് തൗബ ചെയ്ത് നമുക്ക് പൊരുത്തപ്പെട്ടു തരും. വ്യഭിചരിച്ചു, റബ്ബ് പുറത്തു തരും. അള്ളാഹുവിൻ്റെ മുമ്പിൽ പലിശയുമായിട്ട് ഇടപെട്ടു, അവൻ റബ്ബിൻ്റെ മുമ്പിൽ തൗബ ചെയ്തിട്ട് അവൻ അള്ളാഹുവിനോട് തൗബ ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു തരും, അല്ലേ? എല്ലാ തെറ്റുകളും നിസ്കരിച്ചിട്ടില്ല, അവൻ ഇബാദത്ത് മറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ചില നന്മകളെ കൊണ്ട് എത്രയും ആളുകൾ സ്വർഗത്തിൽ പോയ കഥ നമുക്കറിയാം, ചരിത്രങ്ങൾ നമുക്കറിയാം, അല്ലേ? എന്നാലൊരു വ്യക്തിയെക്കുറിച്ച് മോശമായിട്ട് നമ്മൾ പറഞ്ഞാൽ, ഇല്ലതാകാം ഇന്നത്താകാം, അയാളെ മനസ്സിൽ നമ്മോടൊരു വേദന ഉണ്ടെങ്കിൽ, ഒരു വെറുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് മതി നമ്മുടെ ജീവിതം നഷ്ടപ്പെടാൻ, നമ്മുടെ ഇരുലോകം നഷ്ടപ്പെടാൻ അത് മതി. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ വളരെയധികം ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇരുലോക വിജയികൾ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള ഷർറുകളിൽ നിന്നൊക്കെ, നാക്കിൻ്റെ ഷർറുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല ഈ ഇൽമ് അല്ലാഹു നമുക്ക് നാഫിയാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.